നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. ഇതിന് ചിലയിടത്ത് ഇഞ്ചിപ്പുളി എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓണത്തിൻ്റെ സദ്യയുടെ കൂടെയൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ പക്ഷേ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഒരു 1/2 കപ്പ്, പച്ചമുളക് 3 എണ്ണം കട്ട് ചെയ്തത്, പിന്നെ ശർക്കര ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പുളിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുളി എടുത്തൊരു പാത്രത്തിലോട്ടിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ വെള്ളം ഒഴിച്ച് ഒരു 1/2 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കാം. ഇനി നമുക്കൊരു ചട്ടി വെക്കാം. ചട്ടിയിലോട്ട് ആദ്യം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിനെ എടുത്തിട്ട് നമ്മൾ കോരിയിട്ട് മാറ്റി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഞ്ചി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കരിയാണ്ട് സൂക്ഷിക്കുക. പിന്നീടൊരു ഇതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് കോരി എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത എണ്ണയിലോട്ട് അല്പം കടുക് എടുത്ത് പൊട്ടിക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് നമ്മൾ ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിടാം. ഇനി വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ചുമന്ന വറ്റൽമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ശേഷമാണ് ഇനി മസാലയും ബാക്കി പുളിവെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം കറിവേപ്പിലൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ മസാല പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിടുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ അതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ പുളിയിഞ്ചിയുടെ ഒരു രൂപത്തിൽ, അതായത് ഇപ്പോൾ ഒരു ഗ്രേവി കണക്കിന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ പുളിവെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.